അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന, അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അവന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ട് പോലും നമുക്ക് സ്വലാത്ത് പറയാൻ പറ്റുന്നില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. നമുക്ക് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരാണോ സ്വലാത്ത് പറയുന്നത് ആ പറയുന്നവന് വേണ്ടി മലക്കുകൾ. നമുക്ക് എത്ര ചരിത്രങ്ങൾ അറിയാം. ഉസ്താദന്മാരൊക്കെ സ്വലാത്തിൻ്റെ മഹത്വം പറയണതല്ലേ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ റൗളയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ മലക്കുകളുണ്ടല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് മടിയ ഇന്ന് സലാത്ത് പറഞ്ഞ് എത്ര പേരുണ്ടോ? നിസ്കരിക്കുന്ന സമയത്തല്ലാതെ ഒരു 10 സലാത്ത് പറഞ്ഞവരൊന്ന് കൈപൊക്കിക്ക്. നിസ്കരിച്ച സമയത്ത്, നിസ്കാരം കഴിഞ്ഞിട്ട് ആ സലാത്തല്ല, ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് തിരക്കാ അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ടത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സലാത്ത് പറയാൻ പോലും നമുക്ക് മടി. നമ്മളെക്കാളും വലിയ മടിയന്മാർ ഈ ലോകത്തില്ല. നിങ്ങൾ ചിന്തിക്കുക, ഇതാ കൊറോണയുടെ 4ാമത്തെ വിഭാഗം വന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു. കൊറോണയുടെ 3 കഴിഞ്ഞു, 4ാമത്തത് ആണ്ട് വരുന്നത് പോലെ ഇങ്ങനെ വരിക വർഷം. ഇതെവിടെ തീരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ വിഭാഗം ഏതോ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു 12 പേർക്ക് വന്നു എന്ന് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നു. എന്തുകൊണ്ട് അവസാനം വരുന്നില്ല? അവസാനം വരത്തില്ല സഹോദര, അവസാനം വരത്തില്ല. കാരണം അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്ക്, പേടി എല്ലാത്തിനും. ഉസ്താദെ, ഏക സിവിൽ കോഡ് വരുന്നു ഉസ്താദെ, പൗരത്വ ബില്ലൊക്കെ വരും ചങ്ങാതി, ഏക സിവിൽ കോഡൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് മുട്ടിടിക്കണ്ട. എടാ, അല്ല നമ്മളെ നന്നാക്കും. അല്ല പറയുന്നത് കേട്ടില്ലെങ്കിൽ അല്ല നമ്മളെ പാഠം പഠിപ്പിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല വിടൂല നമ്മളാരെയും. നിങ്ങളൊക്കെ വിചാരിച്ചോ പേടിച്ചു ഉസ്താദെ എൻ്റെ വീട് പോകും, എൻ്റെ പറമ്പ് പോകും, എൻ്റെ പൗരത്വം പോകും. എടാ, എല്ലാം പോടാ ചങ്ങാതി. ഇതൊക്കെ പോകുമെന്ന് ഖുർആനും ഹദീസും വെറുതെ അല്ലല്ലോ പറഞ്ഞെന്നേ. പൗരത്വ ബില്ലൊക്കെ ഇപ്പോഴാണ് ഉണ്ടായ. 1400 വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ ബില്ലുണ്ടായില്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് മക്കയിൽ പൗരത്വ ബില്ല് പാസാക്കി. ഖുറൈശികൾ മുസ്ലിമീങ്ങളായ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉടുതുണി എടുത്തുകൊണ്ട് പൊക്കോണം ഇവിടെന്ന്. ഈ നാട്ടിൽ നിന്നുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും അള്ളാഹും മുഹമ്മദും കൂടെ പൊക്കോണം. സമ്പാദിച്ചത് മുഴുവൻ ഇട്ടിട്ട് പോടാന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ഇട്ടിട്ട് പോയി. അവരാണ് സഹാബത്ത്. നമ്മളോ ഇട്ടിട്ട് പോണമെന്ന് പറയുമ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങി. നമുക്ക് പേടി. അതാ ചോദിച്ച അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ ഓസിന് കയറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? നീ വിചാരിച്ച ഓസിന് ബിലാല് തങ്ങളെ മരുഭൂമിയിലും മലർത്തിക്കടത്തി കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ച് ചാട്ടകാറ് കൊണ്ട് തല്ലിച്ചതച്ചു. സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്ത് കുത്തിയിറക്കി. അള്ളാഹുവേ, ഇങ്ങനെ സഹാബത്തിൻ്റെ കഥ പറഞ്ഞത് പിരിക്കാനാണെന്ന് നീ വിചാരിച്ചോ? അല്ലടാ, നീ വിചാരിച്ചത് ഉസ്താദ് പിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല ആമിനത്ത, ഓടും നിങ്ങൾ ഓരോന്നും. നമ്മളൊക്കെ ഓടേണ്ടവരാ. അള്ളാഹു നമ്മളെ ഓടിക്കും സഹോദര. ഇതൊക്കെ ചരിത്രമല്ലേ. എടാ, ജനിച്ചപ്പോഴേ ഉമ്മാടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴേ ബാങ്കു ഇക്കാമത്തും കൊടുത്തവനാ നീ. എന്തിന്? മരിച്ചാൽ ഇത് വിളിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഇത് വിളിക്കാൻ സമയമില്ല. നേരത്തെ വിളിച്ചു വെച്ചിരിക്കുക. എൻ്റെ ഉമ്മാടെ വയറ്റിൽ വെച്ച് തന്നെ അല്ല എൻ്റെ മരണ ദിവസം എഴുതി വെച്ചിരിക്കുക. എനിക്ക് എന്നാ പേടിക്കാൻ, എന്ത് ബില്ല്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിങ്ങനെ വിരളുക. ഓലപ്പടക്കം പൊട്ടിക്കുമ്പോഴേ നീ വരണ്ട, ഇനി അമുട്ട് വരുമ്പോൾ നീ എന്ത് ചെയ്യും? നീ എന്തൊക്കെ വരാൻ കിടക്കണ്? പേടിച്ച് വരണ്ടോണ്ട് നടക്ക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ ഉറപ്പിക്കാൻ നോക്ക് ചങ്ങാതി. ആദ്യം നിൻ്റെ ഈമാൻ ഉറപ്പിക്ക്. അതേ ഉള്ളൂ ഇനി ഏക വഴി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ വരളാൻ തുടങ്ങിയ വരളാനേ പറ്റത്തുള്ളൂ. വരണ്ടോടി എത്ര കാലം ഓടാനാ? ഈമാൻ ഉറപ്പിക്ക്. ആദ്യം നീ നിൻ്റെ കുടുംബത്തിൽ ദീനുണ്ടാക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കുടുംബ സമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ.
നിങ്ങളുടെ ഈ പരിസരത്തെങ്ങാണ്ടല്ലയോ? പെണ്ണുമ്പിള്ള നന്നായില്ലെങ്കിൽ പോയില്ലയോ? 10-25 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചുപോയി. ഇവിടുന്ന് പരിസരത്താ, മറക്കരുത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ, സ്വർഗത്തിലും ജോഡിയാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ, പെണ്ണുപിള്ളമാർ കാണുന്നുണ്ട്. വീട്ടിൽ പോലുമ്പോൾ എന്താ ഇപ്പോൾ എല്ലാവരും പൊക്കി, നിങ്ങളെന്താ പൊക്കാഞ്ഞെന്ന് ചോദിക്കും. ആമീന, എല്ലാവരും കൈ പൊക്കിയല്ലോ, നീ അതെങ്ങനെ പലരും കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ പലതും പൊക്കിയില്ല. കാരണം എന്തെന്നറിയോ? ഉസ്താദ് ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, അതിന് സ്വർഗത്തിലുണ്ടോന്ന്. അതാ നമ്മുടെ അവസ്ഥ. സ്വർഗത്തിൽ ആമിനയെ കൊണ്ടുപോകാൻ വലിയ പേടിയാണ് നമുക്ക്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. പേടിക്കണ്ട, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സ്വഭാവമൊക്കെ മാറ്റിത്തരും അള്ളാഹ് കേട്ടാ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിന്റെ ആമിനായ അള്ളാഹു നല്ല ആമിനാക്കി തരും, പേടിക്കണ്ട. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറ് നൽകുമാറാകട്ടെ. സഹോദരിമാർ, ഭർത്താക്കന്മാരെ സ്വർഗത്തിലും ഭർത്താവായിട്ട് കിട്ടണമെന്ന് പെണ്ണുങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. അടച്ചവൻ നല്ല മോതിരവും വളയൊക്കെ തിളങ്ങുന്നുണ്ട് കേട്ടാ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുക, ഉസ്താദ് വന്നു ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവര് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാന്റെ മലക്കുകൾക്ക് അവരോട് വല്ലാത്ത സ്നേഹമാ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പടച്ചവനെ, പ്രതിഫലം അറിയുമോ? സ്വലാത്ത് പറയുന്നവര് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, ഞാൻ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനെ കുറിച്ച് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ഞാൻ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാൻ വേദനിപ്പിക്കില്ല നബിയേ, മരണവേദന കുറച്ചു കൊടുക്കും നബിയേ. എങ്ങനെയാ റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും നിന്നെ കൊണ്ട് കഴിയുന്ന സ്വലാത്ത് പറഞ്ഞാ മതി. 10 എണ്ണമെങ്കിലും 10 എണ്ണം പറഞ്ഞാ മതി. പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നല്ലോ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ആദം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ഇബ്രാഹിം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, മൂസാ നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും യാക്കൂബ് നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഈസാ നബി വരെയുള്ള ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ വേദനിപ്പിക്കാതെ പിടിക്കും നബിയേ, വേദന കുറയ്ക്കും നബിയേ.
കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ. അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുകയാ. ആരാ പറയുന്നത്? അസ്റായീലാ. മീകായിൽ എന്ന് പറയുന്ന മലക്കിനെ കുറിച്ച് അറിയുന്നവരാണല്ലോ. ഈ മീകായിലാണ് പറയുന്നത്, നബിയേ എനിക്കിഷ്ടമാ നബിയേ, എനിക്ക് സ്നേഹമാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തെ കുറിച്ച് ഓർക്കാത്തതെന്താ? അല്ലാഹുവേ, ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്. ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. എന്തൊരു ദാഹമാ! ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, അതിന്റെ ശരീരം വിയർക്കുകയാണ്. ഉച്ച സമയത്തടിച്ച ചൂടിന്റെ കാഠിന്യത്താൽ ഈ സമയത്ത് ഞാനും നിങ്ങളും ഇരുന്ന് വിയർക്കുകയാ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു ചാട് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുമ്പോ ചൂടുള്ള നാളുണ്ടേ, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കോളാ. അല്ലാഹുവേ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസമുണ്ടല്ലോ, ആ കഠിനമായ പീഡനങ്ങളുടെ ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസമുണ്ടല്ലോ. മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അന അസ്കീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവൻ അവനെ ഞാൻ കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുപോവുകയാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്ന കാലം വരെ ദാഹമുണ്ടാവുകയില്ല. പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗദുൽ കൗസറിലെ വെള്ളം നിനക്ക് വേണോ? മീകായിലാണ് പറയുന്നത്, ഞാൻ കൊണ്ടുവരും നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവന് അന അസ്കീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്. ഹൗദുൽ കൗസർ കുടിപ്പിക്കാൻ കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാൻ പറ്റുമോ? അല്ലാഹ് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിനെ അറിയാമല്ലോ. സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുന്ന മലക്കാണല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ മറക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതൂതുമ്പോ ഖബറിനകത്ത് നിന്ന് പട്ടിയുടെയും പന്തിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, എടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പടച്ചവനെ പിന്താരങ്ങളിൽ കുടികുത്തി കൊച്ചു വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും രൂപത്തിൽ കടന്നു വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് യാ ബൈലത്താ യാ ഹസ്റത്താ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടുവരുന്ന പരലോകമുണ്ടല്ലോ. സ്വന്തം മക്കള് പടച്ചവനോട് പറയുന്നു, നാഥാ, എന്റെ വാപ്പ
വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ വാപ്പയുടെ തലയിലേക്ക് എന്റെ പാപങ്ങൾ മുഴുവനും കെട്ടിവെച്ചിട്ട് ആ മനുഷ്യനെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ എന്ന മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അള്ളാനോട് പറയുന്നു, അല്ലാ എന്റെ ഉമ്മാനൊന്ന് മലത്തി കിടത്തി താ അല്ലാ, നെഞ്ചത്ത് കയറി നിൽക്കട്ടെ അല്ലാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, നീ അല്ലാഹുവിന്റെ മുന്നിൽ കടന്നു വരുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ. നബിയേ അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, നിനക്ക് വേണ്ടി കിടക്കുമടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ് നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ ഒരു മലക്ക് കിടക്കുകയാണ്, സത്യാഗ്രഹത്തിൽ കിടക്കുകയാണ്, റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. എഴുന്നേക്ക് ഇസ്രാഫീൽ, എഴുന്നേക്ക് ഇസ്രാഫീൽ. ഇല്ല പടച്ചവര്, ഇല്ല പടച്ചവര്, ഈ സുജൂദിൽ നിന്ന് ഞാൻ എന്റെ തല ഉയർത്തില്ല പടച്ചവര്. ഇവന് പുറത്തു കൊടുക്കണമല്ലോ, ഇവനോട് കരുണ കാണിക്കണമല്ലോ. ഇവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാണ്. ഇവന് സ്വർഗം കൊടുക്കാതെ, ഇവനോട് കരുണ കാണിക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല അല്ലാ. മലക്ക് നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് സുജൂദിൽ കിടന്ന് കരയുകയാ. നിനക്ക് പുറത്തു തരുന്നത് വരെ അവിടെ കിടക്കും. അനാസ്ജുദു ലില്ലാഹി തആല മാ അർഫ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നിനക്ക് സ്വർഗം കിട്ടുന്നത് വരെ ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരാ നിന്നെ സ്നേഹിക്കുന്ന 4ാമത്തെ മലക്കാരാ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കടന്നു വരുന്നത്. നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള വല്ലാത്ത വഴുവഴുപ്പുള്ള ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ വഴിയില്ലല്ലോ. എല്ലാരും കേറണമല്ലോ, എല്ലാരും കേറണമല്ലോ. നരകത്തിന്റെ തീ വിഴുങ്ങുമല്ലോ, നരകത്തിന്റെ കൊളുത്ത് കൊണ്ടുപോകുമല്ലോ. ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഭയന്ന് നിൽക്കുമ്പോ, പേടിച്ച് നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നിന്നെ മറക്കില്ല പെങ്ങളെ, നിന്നെ മറക്കില്ല ഉപ്പാ. അന ആഖിദം ബിയദിഹി വയമുറു അല സിറാത്ത്. നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ കയ്യിൽ പിടിക്കുകയാ. നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ വെച്ച് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കൊണ്ടുപോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വലാത്ത് മറക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മനസ്സിന് കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്. അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ
പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത ഒരു നിമിഷം പോലും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കുവാനോ ഉറക്ക പിടിക്കുവാനോ ചെലവഴിക്കാത്ത അള്ളാന്റെ മലക്കുകളുണ്ടല്ലോ. ദുആ ചെയ്യുന്ന മലക്കുകളുടെ ദുആ കിട്ടുന്ന അഞ്ചാമത്തെ ഭാഗ്യവാനാരാ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ. സ്വലാത്ത് പറയുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 എണ്ണമുണ്ട്. 1, തൗബ ചെയ്യുന്നവർക്ക് വേണ്ടി. ജീവിതത്തിൽ എന്ത് തെറ്റുവന്നാലും അള്ളാഹിനോട് പറ, നീ രക്ഷപ്പെടും. 2, ഇമാമിൻ്റെ ആമീൻ, ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുന്നവർ. 3, നിസ്കാരപ്പായിരിക്കുന്നവർ. 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാമത്തെ വിഭാഗം, എൻ്റെ പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ വിഭാഗം നിസ്കാരപ്പായിരിക്കുക. 4-ാമത്തെ വിഭാഗം ആരാ? വെടികൊണ്ടതുപോലെ ഇരിക്കണം. 4-ാമത്തെ വിഭാഗം ആരായിരുന്നു? ഒളുവോടുകൂടി കിടന്നുറങ്ങുന്നവർ. 5-ാമത്തെ വിഭാഗം സ്വലാത്ത് പറയുന്നവർ. 5 എണ്ണം പഠിച്ചു. ഇനി 5 എണ്ണം കടം കിടക്കട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6-ാമത്തെ വിഭാഗമാരാ? ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരുടെ വീട്ടിൽ മലക്കുകൾ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചില ആൾക്കാരുടെ വീട് കാണാൻ ആര് വരും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുവോ? വരൂല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരുവോ? വരൂല്ല. പിന്നെ ആര് വരും? അള്ളാഹുവിൻ്റെ മലക്കുകൾ നിൻ്റെ വീട്ടിൽ ഇറങ്ങി വരും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. ഏത് വീട്ടിലാ മലക്കുകൾ വരിക? ഏത് വീട്ടിലാ മലക്കുകൾ വരിക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു വീടിനെ കുറിച്ച് പറയാം. നിങ്ങൾ അള്ളാഹിൻ്റെ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വീടിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വീടിൻ്റെ ചരിത്രം അല്ലാഹ് പറയുന്നുണ്ട്. ഏത് വീടെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. ഉമ്മു സുലൈം എന്ന് പറയുന്ന ഭാര്യ വീടിൻ്റെ വാതിലിൽ തൻ്റെ ഭർത്താവിനെയും തൻ്റെ മകനെയും കാണാഞ്ഞിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതാ കണ്ട പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നിസ്കരിക്കാൻ പോയ മകനെയും ഭർത്താവിനെയും കാത്ത് വീടിൻ്റെ വാതിൽ നിൽക്കുകയാണ്. ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, അപ്പൊ പൂമുഖവാതുക്കൽ, എന്താ പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ, അല്ലേ? ഏത് ഭാര്യ അപ്പാ പൂന്തിങ്കളും പിടിച്ചോണ്ട് വീടിൻ്റെ മുമ്പിൽ നിൽക്കണേ? ഏത് ഭർത്താവിനെ കാത്ത് ഏത് ഭാര്യ നിൽക്കണങ്ങളെന്ന് പഠിച്ചു വയ്ക്കേ. ഒന്നും പറയാൻ പറ്റൂല, കാരണം കേസെടുത്ത് കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലേ? സ്വന്തം ഇഷ്ടത്തോടു കൂടി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേസില്ല. എന്ത് നല്ല നാടില്ലേ? ഇവിടെ പെൺമക്കൾ ആലിച്ചു നോക്കറപ്പേ. ഇപ്പം 21 വയസ്സായി, അതാ അടുത്ത പടക്കം. 18 വയസ്സാകുമ്പോൾ ചാടാൻ വേണ്ടി ക്ലാസ്സൊക്കെ നിർത്തിയിരുന്ന കാമുകൻ, പാവപ്പെട്ടവൻ. 18 വയസ്സാകുമ്പോഴത്തേക്ക് എന്നാ മോളെ നിനക്ക് 18 തികയുന്നത്? അന്ന് ഞാൻ വരും, നീ ചാടണം. കാമുകൻ പറഞ്ഞു കൊടുത്തു. കോടതി കൊണ്ടുപോകുമ്പോൾ ജഡ്ജി സാറ് ചോദിക്കും, നിനക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രായപൂർത്തിയായിട്ടുണ്ട്, വാപ്പാനെ ഉമ്മാനെയും വേണോ കാമുകനെ വേണോ? കാമുകനെ വേണമെന്ന് പറഞ്ഞാൽ കൂടെ വിടുമെന്ന് പറഞ്ഞ് ക്ലാസ്സൊക്കെ കൊടുത്ത് നിർത്തിയിരുന്ന ഇപ്പം ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രം എണ്ണുന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? 3 പെൺമക്കളുള്ള വാപ്പമാരെന്ന് കൈവക്കിക്കേ ആരെങ്കിലും ഉണ്ടെങ്കിൽ. 2 എണ്ണം ഉള്ളത്, 2 പെൺമക്കളുള്ളവർ, 1 എണ്ണമെങ്കിലും ഉള്ളത്, രക്ഷപ്പെട്ട്. പൊതുവിൽ എന്താണെന്നറിയോ? ഇല്ലാത്തൊരു പൊട്ട വാപ്പ. നമ്മളെന്ത് ചെയ്യാനാ? അള്ളാഹ് തരണ്ടേ? അള്ളാഹു എന്താ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് 3 പെൺകുട്ടികളുണ്ട്. അള്ളാഹു 3 പെൺമക്കളെ കൊടുത്തു. ആ 3 പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞേ. അപ്പൊ സഹാബി ചോദിച്ച് 2 ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞ്, നിസ്കരിച്ചവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല, പള്ളി കെട്ടിക്കൊടുത്തവൻ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല,
ഖുർആൻ പഠിച്ചവൻ നാളെ എൻ്റെ കൂടെയാണെന്നല്ല പറഞ്ഞത്. ആർക്കെങ്കിലും അള്ളാഹു പെൺമക്കളെ കൊടുത്തിട്ട് ആ പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പം ഇത്രയും വലിയ ഒരു പ്രതിഫലം അള്ളാഹുവെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് എന്താ? ഇതിനെ വളർത്തൽ അത്രയും വലിയ പ്രയാസമാണ്. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ കൊണ്ടെത്തിക്കുന്നെങ്കിൽ അതാ ഏറ്റവും വലിയ ജിഹാദ്. അല്ലാതെ വേറെ ജിഹാദൊന്നുമില്ല, ഹലാൽ ജിഹാദൊന്നുമല്ല, തുപ്പൽ ജിഹാദൊന്നുമല്ല. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ, ഇനി 21 വയസ്സ് വരെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഒരു വാപ്പ സക്കറാത്തിൻ്റെ വലിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ടു വളർത്തണം മക്കളെ, അപ്പോഴാ സ്വർഗം കിട്ടുക. അല്ലാതെ കിട്ടാ ഇങ്ങനെ നടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭാര്യ വീടിൻ്റെ വാതിലിൽ കാത്തു നിൽക്കുന്നു ഭർത്താവിനെ കാണാഞ്ഞിട്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോയ ഭർത്താവിനെ കാണാഞ്ഞിട്ട് ഉമ്മു സുലൈം കാത്തു നിൽക്കുകയാ. അങ്ങനെ നോക്കുമ്പോൾ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഭർത്താവ് ഇങ്ങനെ നടന്നു വരുന്നു, മകൻ നടന്നു വരുന്നു. ഉമ്മു സുലൈമിന് സന്തോഷമായി. വീടിൻ്റെ മുന്നിൽ വന്നപ്പോൾ തൻ്റെ ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തൻ്റെ മകനായ അനസ് റളിയല്ലാഹു തആല അൻഹു, പിന്നെ പ്രായമുള്ള ഒരു മനുഷ്യൻ വീടിനകത്തേക്ക് കയറി വന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മു സുലൈം ചോദിച്ചു, ആ കൂടെ വന്ന മനുഷ്യൻ ആരാ? ആ കൂടെ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞു പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചോദിച്ചു, ഒരു പാവപ്പെട്ടവനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കാൻ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കാൻ നബിയെ, ഞാൻ കൊടുക്കാൻ നബിയെ. അങ്ങനെ വിളിച്ചോണ്ട് വന്നതാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഈ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം എവിടെ? ഈ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം എവിടെ? നിങ്ങൾ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നേ? ഈ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, ആകെ ഇരിക്കുന്നത് ഈ ഇരിക്കണ ഭക്ഷണമേ ഉള്ളൂ. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയെന്ന്. ആകെ വീടിനകത്തുള്ളതൊരല്പം ഭക്ഷണം. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കണം. കാരണം അവൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അപ്പം ആ ഭക്ഷണമല്ലാതെ വേറെ ഒന്നും ഈ വീടിനകത്തില്ല. പിന്നെ എങ്ങനെ ഈ സാധുവിന് കൊടുക്കുക? നിങ്ങൾ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയ്ക്കും ഭർത്താവിനും സങ്കടമായി. അബൂ തൽഹ തങ്ങൾ കരയി, അല്ലാ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞൊരു സാധുവിനെ വിളിച്ചു കൊണ്ടുവന്നു. കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ. വാപ്പായും ഉമ്മായും കാണാതെ വന്നപ്പോൾ ഈ മോന് ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ വാപ്പയും ഉമ്മയും കരയുന്നു. എന്തിനാ ഉമ്മച്ചി കരയുന്നേ? മോനെ, വാപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം ഇല്ല മോനെ, മോന് തിന്നാനുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മൂന്ന് പേരും അടുക്കളയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്ന് കരയാ. 3 പേരും വീടിൻ്റെ അടുക്കളയ്ക്കകത്തിരുന്ന് കരയുകയാ. അപ്പോഴാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്താ വഴിയെന്നറിയോ? ഈ ഉള്ള ഭക്ഷണം എടുത്തൊരു പാത്രത്തിനകത്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ തിന്നാനിരിക്കുക. വാപ്പയും മകനും ആ മനുഷ്യനും കൂടെ ആ പാത്രത്തിൻ്റെ അടുത്ത് തിന്നാനിരിക്കുക. ഭക്ഷണത്തിലേക്ക് തിന്നാനിരുന്ന് കഴിയുമ്പോൾ ഉമ്മ മകനോട് പറഞ്ഞു കൊടുത്തു, മോൻ എന്ത് ചെയ്യണം? വിളക്കണയ്ക്കണം. അടുത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് എൻ്റെ പൊന്നുമോനങ്ങ് തട്ടി അണയ്ക്കണം. എന്നിട്ട് മോൻ വാരി തിന്നരുത് കേട്ടാ, തിന്നുന്നത് പോലെ അഭിനയിച്ചാൽ മതി. 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പട്ടിണി കിടന്ന ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് ആ മകനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു, മോൻ എന്ത് ചെയ്യണം? വിളക്ക് അണച്ചിട്ട് എൻ്റെ മോൻ വാരി തിന്നരുത്. ആ പാവപ്പെട്ടവൻ ഭക്ഷണം കഴിക്കട്ടെ, എൻ്റെ മോൻ എന്ത് ചെയ്താൽ മതി? അഭിനയിച്ചാൽ മതി. ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും കൂടെ തിന്നാനിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണത്തിൽ നോക്കി, ഉമ്മാടെ മുഖത്ത് നോക്കി. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അനസ് റളിയല്ലാഹു തആല അൻഹു പക്ഷേ സ്വാലിഹായ മകനാ, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന മകൻ. ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് അഭിനയിച്ചു. ആ സാധുവായ മനുഷ്യൻ ഇതൊന്നും അറിയാതെ ഭക്ഷണം വാരിക്കഴിച്ചു. അവസാനം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്തിറങ്ങിപ്പോയി. അവർ 3 പേരും അന്ന് പട്ടിണി കിടന്നു. വാപ്പയും ഉമ്മയും മകനും ആരും പരാതി പറഞ്ഞില്ല. അവർ 3 പേരും അന്ന് രാത്രി അവിടെ തിരിഞ്ഞും മറിഞ്ഞു ഉറക്കം വരാതെ കിടന്നുറങ്ങിയപ്പോഴോ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചു, മകനെ വിളിച്ചു നിസ്കരിക്കാൻ. പൊന്നുമകൻ പറഞ്ഞു, ഉപ്പാ എനിക്ക് ശരീരം തളരുന്നു വാപ്പ ചുമലിൽ കയറ്റി കൊണ്ടുപോകാം മോനെ പള്ളിയിൽ. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ ചുമലിലെടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി സുബഹി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അയിന അബൂ തൽഹ എവിടെ? എൻ്റെ അബൂ തൽഹ എവിടെ? പള്ളിയുടെ ഏറ്റവും പുറകിലൊരു മൂലയിൽ തളർന്നിരുന്നു കൊണ്ട് പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയെ. അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നലെ വിളക്കണച്ചട്ട് നടത്തിയ ഒരു വിരുന്നുണ്ടല്ലോ, നിന്റെ വീടിൻ്റെ അകത്ത് ഇന്നലെ വിളക്കണച്ചട്ട് നടത്തിയ ഒരു വിരുന്നുണ്ടല്ലോ, ആ വിരുന്ന് അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നബിയെ? എൻ്റെ വീടിനകത്ത് നടന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിൽ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ഇന്നലെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന് ഖുർആനിന്റെ ആയത്ത് ഓതി തന്നു. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഉതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി എന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ആയത്തിറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം ഖുർആൻ പരിപൂർണമായി. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, അബൂ തൽഹ, നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും സദക്ക ചെയ്തിട്ട് പട്ടിണി കിടക്കുന്നത് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ. ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ്. അബൂ തൽഹയുടെ വീട് കാണാൻ, ഉമ്മു സുലൈമിന്റെ വീട് കാണാൻ, അനസിന്റെ വീട് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ സുബഹി വരെ ഇറങ്ങി വന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ മറക്കല്ലേ, രോഗികളെ മറക്കല്ലേ, മുന്നിൽ വരുന്നവനെ ആട്ടി ഓടിക്കല്ലേ.